ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന ഭാഗത്തെ അറ്റ്മോസ്ഫിയർ, ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കെമിക്കൽ പ്രോസസ്സസ് ഇൻ അവർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ്, പ്രിവെൻറ്റ് ആൻഡ് സോൾവ് പൊല്യൂഷൻ ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ പറ്റിയുള്ള പഠനവും അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കെമിസ്ട്രിയുടെ ശാഖയാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. അതിനുശേഷം അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കിലേക്ക് വന്നാൽ, എന്താണ് അറ്റ്മോസ്ഫിയർ? ഇറ്റ് ഈസ് എ തിൻ ലെയർ ഓഫ് ഗ്യാസസ് സറൗണ്ടിങ് ദ എർത്ത് ദാറ്റ് മേക്സ് ലൈഫ് പോസിബിൾ. നമ്മുടെ ഭൂമിക്ക് ചുറ്റും കാണപ്പെടുന്ന വാതകങ്ങളുടെ ഒരു കവറിങ്ങിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഗ്യാസസ് എന്ന് പറയുമ്പോൾ അതിൽ വിവിധ തരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസുകളുണ്ട്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. 78% അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് കാണപ്പെടുന്നത്, 21% ഓക്സിജൻ. അതിനുശേഷം മൈന്യൂട്ട് എമൗണ്ടിൽ ഇനേർട്ട് ഗ്യാസായ ആർഗൺ, അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ വാട്ടർ വേപ്പർ ആൻഡ് അതർ ട്രേസ് ഗ്യാസസ്. അന്തരീക്ഷത്തിൽ പല ഭാഗത്തും വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് വേരിയബിൾ ആണ്, അതായത് പല സ്ഥലങ്ങളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അടുത്തതായി നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരമനുസരിച്ച് അന്തരീക്ഷത്തെ 5 ലെയറായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ ലെയർ ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വെതർ ആൻഡ് ക്ലൗഡ്സ് ഒക്കർ ഇൻ ദിസ് ലെയർ ആൻഡ് ലൈഫ് എക്സിസ്റ്റ് ദെയർ. ജീവജാലങ്ങളെല്ലാം കാണപ്പെടുന്നതും മേഘങ്ങളും നമ്മുടെ പലതരം കാലാവസ്ഥകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇറ്റ് സപ്പോർട്ട്സ് ലൈഫ് ആൻഡ് ഓൾ വെതർ ആക്ടിവിറ്റീസ്. രണ്ടാമത്തെ ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഓസോൺ ലെയർ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഫംഗ്ഷൻ അല്ലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ബ്ലോക്സ് ദ ഹാംഫുൾ UV റേഡിയേഷൻ കമ്മിങ് ഫ്രം ദ സൺ. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനെ തടഞ്ഞ് ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ. അത് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്ത ലെയറാണ് മീസോസ്ഫിയർ. ബഹിരാകാശത്ത് നിന്ന് വരുന്ന മേറ്റിയോഴ്സ്, അതായത് ഛിന്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വരാതെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ലെയറാണ് മീസോസ്ഫിയർ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ എർത്ത് ഫ്രം ദ ഇൻകമിങ് മേറ്റിയോഴ്സ്. ദെൻ ദ ഫോർത്ത് ലെയർ ഇസ് ദ തെർമോസ്ഫിയർ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അറോറാസ്, അതായത് ധ്രുവദീപ്തി എന്ന ഫിനോമിന കാണപ്പെടുന്ന ഒരു ലെയറാണ് തെർമോസ്ഫിയർ. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇറ്റ് അബ്സോർബ്സ് ഹൈ എനർജി സോളാർ റേഡിയേഷൻ. സൂര്യനിൽ നിന്ന് വരുന്ന റേസിനെ അബ്സോർബ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ കാണപ്പെടുന്ന ഒരു ലെയറാണ് തെർമോസ്ഫിയർ. ദെൻ ദ ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് ദ എക്സോസ്ഫിയർ. ഇറ്റ് ഈസ് ആക്ച്വലി ദ ഗേറ്റ് വേ ടു സ്പേസ്. ബഹിരാകാശത്തേക്ക് തുറന്നു നിൽക്കുന്ന ഒരു ലെയർ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സോസ്ഫിയറിനെ പറയാം. ഇറ്റ് സിഗ്നിഫിക്കൻസ്, ഇറ്റ് ഈസ് ദ ഔട്ടർ ബൗണ്ടറി വെയർ സാറ്റലൈറ്റ്സ് ഓർബിറ്റ്. ഭൂമിയിൽ നിന്ന് പോകുന്ന സാറ്റലൈറ്റുകൾ ഓർബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സ്ഥലം എക്സോസ്ഫിയർ ആണ്. അടുത്തതായി ഓസോൺ ലെയർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അറൗണ്ട് ദ എർത്ത്. ഭൂമിയെ ചുറ്റി കാണപ്പെടുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഓസോൺ ലെയർ. സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷനെ തടഞ്ഞു നിർത്തുന്ന ലെയറാണ് ഓസോൺ ലെയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് അത് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് 15 to 35 കിലോമീറ്റർ അബവ് ദ എർത്ത് സർഫസ്. അൾട്രാവയലറ്റ് റേസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 കാറ്റഗറി, ഹാംഫുൾ ആയിട്ടുള്ള UVB ആൻഡ് UVC റേഡിയേഷനെയാണ് ഓസോൺ ലെയർ തടഞ്ഞു നിർത്തുന്നത്. ആൻഡ് ഹെൻസ് ഇറ്റ് വിൽ പ്രൊട്ടക്ട് ദ ഹ്യൂമൻസ് ഫ്രം സ്കിൻ ക്യാൻസർ, കാറ്ററാക്ട് ആൻഡ് വീക്കൻ ഇമ്മ്യൂൺ സിസ്റ്റം. ഇറ്റ് ഓൾസോ പ്രൊട്ടക്ട് ദ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മറൈൻ ലൈഫ്. ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് റേഡിയേഷൻ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. സ്കിൻ ക്യാൻസർ, കാറ്ററാക്ട്, ഇമ്മ്യൂൺ സിസ്റ്റം വീക്കനിങ്, അതുപോലെ പ്ലാന്റ്സിനും ആനിമൽസിനും മറൈൻ ലൈഫിനും ഒക്കെ ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻ. ഇതിൽ നിന്നെല്ലാം നമ്മളെ തടയുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓസോൺ ലെയറാണ്. അടുത്തതായി ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമതായി റെഫ്രിജറൻസ്, എയറോസോൾസ്, ഫോംസ് എന്നിവയിൽ നിന്ന് പുറത്തു വരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് CFC എന്നറിയപ്പെടുന്നു. അടുത്തതായി ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന ഹാലോൺസ്, പിന്നീട് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4, മീഥൈൽ ക്ലോറോഫോം, അതിനുശേഷം സ്ട്രാറ്റോസ്ഫിയറിലൂടെ കടന്നുപോകുന്ന എയർക്രാഫ്റ്റ്സ് എമിറ്റ് ചെയ്യുന്ന നൈട്രജൻ ഓക്സൈഡ്സ്, അതിനോടൊപ്പം നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ എമിഷൻസും ഓസോൺ ലെയർ ഡിപ്ലീഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്ലൈഡിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് സാധാരണയായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി, വിച്ച് ഗ്യാസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 78% of Earth's atmosphere? It is nitrogen. Which atmospheric layer contains the most weather phenomena? It is troposphere. Which atmospheric layer contains the ozone layer? The answer is stratosphere. Which atmospheric gas absorbs harmful UV radiation? It is ozone. Which is the coldest layer of the atmosphere? It is mesosphere. Which layer contains the ionosphere? It is thermosphere. Which gas is the second most abundant in the atmosphere? It is oxygen. Which noble gas is present in the atmosphere in about 0.93%? It is argon. What is the approximate concentration of carbon dioxide in the atmosphere? It's about 0.04%. Which atmospheric layer is the outermost? It is exosphere. Which radiation is almost completely absorbed by ozone? It is ultraviolet C, UVC radiation. Which free radical is released from CFCs, destroys ozone? It is chlorine radical, Cl dot. Ozone layer is located in stratosphere. Weather occurs mainly in the troposphere. The two functions of troposphere: weather phenomena, and it contains most of the atmospheric water vapor, which is responsible for maintaining normal temperature on the Earth's surface. Why is ozone depletion a serious environmental issue? It increases the UV radiation reaching the Earth, causing skin cancer, cataract, and ecological damage. Why does temperature increase in the stratosphere? Due to the absorption of UV radiation by ozone. Which international treaty controls ozone depleting substances? It is the Montreal Protocol of 1987. Which atmospheric constituent shows the greatest variation with place and season? It is water vapor. Thank you.